അതൊക്കെ ഏറ്റവും ക്രൂഡായിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നത്. ശരി, വിക്സ് പുരട്ടി വെക്കുക എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ചാൽ അങ്ങനെയൊക്കെയാണ് ആ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബ്രോഡ്വേയിലൊക്കെ ജയറാം പോകുന്ന ഷോട്ടൊക്കെ എടുക്കുമ്പോഴേക്ക് ജനം ജയറാമിനെ നോക്കരുത് നമ്മളെ നോക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ അടുത്ത ഒരു എടുത്തു പറയേണ്ട സിനിമ എനിക്ക് ആയുഷ്കാലം കമലുമായിട്ട് ചെയ്തേക്കുന്ന ആയുഷ്കാലം. അതും ഒരു ഭയങ്കര ചാലഞ്ചായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് പ്രേതത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചേക്കുന്നുണ്ട് മിച്ചൽ എന്ന് പറഞ്ഞ ക്യാമറ. ശരിക്കും ആ കാലത്ത് തന്നെ 100-100 വർഷം പഴക്കമുണ്ട് മിച്ചൽ ക്യാമറ. വലിയ ഹെവിയാണ്. അതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്ത പോർഷൻ തിരിച്ച് റീവൈൻഡ് ചെയ്തിട്ട് വേണേൽ വീണ്ടും നമുക്ക് ഷൂട്ട് ചെയ്യാം. അത് റീവൈൻഡ് ചെയ്യാനുള്ള ക്യാമറയ്ക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ജയറാം കിടക്കുന്നു. ജയറാമിന്റെ ദേഹത്തു നിന്ന് ഇപ്പോൾ ഒരു പ്രേതം വെളിയിലോട്ട് വരണമെങ്കിൽ ആ പർട്ടിക്കുലർ കിടക്കുന്ന സ്ഥലം വരെ നമ്മൾ റിവൈൻഡ് ചെയ്യും. നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ റിവൈൻഡ് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും ഷൂട്ട് ചെയ്യും. അതിനകത്ത് അപ്പോൾ ജയറാമിനോട് എഴുന്നേറ്റോളം പറയും. പഴയത് നമ്മുടെ റെക്കോർഡായിട്ട് കിടപ്പുണ്ടല്ലോ, അതിൽ നിന്ന് എഴുന്നേക്കാം. പക്ഷെ ആ സ്ഥലത്ത് നമ്മൾ അതിനകത്ത് അന്നത്തെ ക്രൂഡ് ടെക്നിക്കാണ് ഈ പറഞ്ഞ ജയറാം കിടക്കുന്ന ആ പോർഷനിലൊക്കെ ഞങ്ങൾ വിക്സ് അതുമാതിരിയുള്ള സാധനങ്ങൾ തടവി വെക്കും. വിക്സോ അല്ലെങ്കിൽ വാസ്ലീനോ അങ്ങനെ മതി. അപ്പൊ ചെറിയൊരു ഫോഗി എഫക്റ്റ് ഉണ്ടാവും. പിന്നെ അവിടുന്ന് ജയറാം എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ചെറിയൊരു നമുക്കൊരു ഫീലിംഗ് ഒക്കെ. അതൊക്കെ ഏറ്റവും ക്രൂഡായിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നത്. ശരി, വിക്സ് പുരട്ടി വെക്കുക എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ചാൽ അങ്ങനെയൊക്കെയാണ് ആ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സബ്ജക്ട് കേട്ടപ്പോ തന്നെ ചേട്ടനപ്പം ഇത് അല്ല, പക്ഷെ എനിക്ക് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. മദ്രാസിൽ നിന്ന് വിൻസെന്റ് മാഷിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, റാവു സാറുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് റാവു സാറ് ജഡ്ജ് ചെയ്യുമായിരുന്നു. സാലു അതല്ല, അവിടെ നമുക്ക് കുറച്ച് വിക്സ് തടവി വെക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സാർ നമ്മളെ ഭയങ്കര എനിക്ക് ഗുണം ചെയ്തു. പക്ഷെ എന്നാൽ എനിക്ക് മിച്ചൻ ഉപയോഗിച്ച് പരിചയം ഉണ്ടായിരുന്നു. വലിയ പ്രശ്നം. ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ തന്നെ മിച്ചൻ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ക്രൂഡായിട്ടുള്ള മെത്തേഡാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. ഇപ്പൊ ഗ്രാഫിക്സ് ഒക്കെ ഇപ്പൊ പറഞ്ഞാൽ മതിയല്ലോ, ഒരു മനുഷ്യന്റെ ദേഹത്ത് നിന്ന് വേറെ ഒരു പ്രേതം ഇറങ്ങിപ്പോണോന്നൊക്കെ പറഞ്ഞ ഗ്രാഫിക്സ് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അത്രയും പ്ലാൻഡ് ആയിട്ട് വേണമായിരുന്നു. അതെ. പിന്നെ പ്ലാൻഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ റോഡിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കരുതെന്നുണ്ട്. അത് അയാൾ ക്യാമറ നോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ജയറാം അതിലെ കൂടെ പാസ് ചെയ്യുമ്പോൾ ജയറാമിനെ അവർ നോക്കാൻ പാടില്ല. അല്ല, ജയറാം അതിനകത്ത് പ്രേതമാണ്, കാണത്തില്ല. അതാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. ജയറാം പോകുന്നത് ശരിക്കും മുകേഷിന് മാത്രമായിട്ട് കാണാവുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ക്യാമറയെ നോക്കുന്നത് കൂടാതെ അവിടെ നിൽക്കുന്ന പബ്ലിക്ക് ഒരു കാരണവശാലും ജയറാമിനെ നോക്കാൻ പാടില്ല. അപ്പോൾ ഓരോ ഷൂട്ട് എടുക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണെന്നാണ് നമ്മളെ ക്യാമറ. മിക്കവാറും എവിടെ കൊണ്ട് ക്യാമറ വെച്ചാലും ഉടനെ ആൾക്കാർ ക്യാമറയിലോട്ട് ഇങ്ങനെ നോക്കും. അതിന്റെ കൂട്ടുകാരിലെ പോകുന്നത് ജയറാമിനെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടെൻഷൻ അടിച്ച് അത് എവിടെയാ, എറണാകുളം ബ്രോഡ്വേയിലൊക്കെയാണ് ഷൂട്ടിങ്. ബ്രോഡ്വേയിലൊക്കെ ജയറാം പോകുന്ന ഷോട്ടൊക്കെ എടുക്കുമ്പോഴേക്ക് ജയറാമിനെ നോക്കരുത് നമ്മളെ നോക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനത്തെ ഒരു പടത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അല്ല, പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ടെക്നോളജി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ നോക്കുന്നത് വേണമെങ്കിൽ അവിടെ അയാളെ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞേക്കാൻ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ടെക്നോളജി ഒന്നുമില്ല. ഇതേ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സാധനം മോണിറ്റർ ഒന്നുമില്ല ഞങ്ങൾക്ക്. എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളത് അവസാനം നമ്മൾ മദ്രാസിൽ പോയി അത് ഗ്രേഡ് ഇത് ഡെവലപ്പ് ചെയ്ത്. പക്ഷെ ഒരു ഭാഗ്യ ദൈവാനുഗ്രഹം പോലെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ആദ്യം ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ഇത് ഒരു ടേക്ക് എടുത്തു. ജയറാം ഉറങ്ങിക്കിടക്കുന്നത് ടേക്ക് എടുത്തു. പിന്നെ അതിന്റെ അവസാനം ഉറങ്ങിക്കിടക്കുന്നതിന്റെ ഇപ്പൊ ഒരു 30ാമത്തെ അടിയിൽ വരെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആ 30ാമത്തെ അടിയിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ തിരിച്ചു കൊണ്ടുവരും. ബ്ലാങ്ക് ആയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് ഓടിച്ചിട്ട് തിരിച്ച് 30ലേക്ക് തിരിച്ചു കൊണ്ടുവരും. നമ്മൾ അടച്ചു ലെൻസ് അടച്ചു. ഒരുപാട് ടൈം എടുക്കും. ഭയങ്കര ടൈം എടുക്കും. ഇവര് 3 പേരും കോമ്പിനേഷൻ ഉള്ള സീനൊക്കെയോ അങ്ങനെ ഇപ്പൊ ഇടയ്ക്ക് ഇപ്പൊ ഒരു സ്റ്റേഷനിൽ വന്നിട്ട് പുള്ളി ഇങ്ങനെ ഇപ്പൊ സാറവന്റെ കണ്ണില കുത്തിയത് തലയില കുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പുള്ളി ആദ്യം അവിടെ നിർത്തി ഈ 3 പേരെയും പ്ലേസ് ചെയ്തിട്ടാണ്. അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ ചില സമയത്തൊക്കെ നമ്മൾ ഭ്രാന്ത് പിടിക്കുകയാണ്. ഈ പറഞ്ഞ റാവു സാർ എന്റെ ഉണ്ടായിരുന്നു. റാവു സാറിനോട് ഇതാണ് നമ്മുടെ പുള്ളി തമിഴ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. സാറിനോട് ഇതാണെന്നൊക്കെ പറയും. സാറ് കുറെ സജഷൻസ് പറയാം. അതിനകത്തും അതേപോലെ ശ്രീനിയേട്ടന്റെ ഭയങ്കര
ഭയങ്കര രസകരമായ സീൻസ്. അത് ഈ പറഞ്ഞ പോലെ ഇത്രയും ടെൻഷൻ പിടിച്ച സീനിനിടയ്ക്ക് ഇങ്ങനത്തെ ഹ്യൂമർ ഭയങ്കര രസമായിരുന്നു. പുള്ളിയുടെ ഒരു കവിത ആകാശത്തിലാരോ അതെ 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 ഭയങ്കര. അതൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ശ്രീനിവാസൻ തന്നെ ഇംപ്രവൈസ് ചെയ്ത് എടുത്തതാണ്. ഈ കവിതയൊക്കെ പുള്ളി ഇംപ്രവൈസ് ചെയ്ത് എടുത്തതാണ്. പക്ഷെ ഭയങ്കര റിലാക്സേഷൻ. അതെ അതെ അതിങ്ങനെ ഒരു മാറ്റി വന്നിട്ട് പിന്നെ അതിന്റെ സോങ് പിക്ചറൈസേഷൻ നല്ല രസം. മൗനം സ്വരമായെന്ന് പറഞ്ഞാൽ അതും രണ്ട് രീതിയിൽ എടുത്തിട്ടുണ്ട്. അതും ഔസേപ്പച്ചനും കമലുമായിട്ടുള്ള ആ കോമ്പിനേഷൻ, ഈ പറഞ്ഞ പോലെ നമ്മൾ ലോഹിദാസും സിബി ആയിട്ടുള്ള കോമ്പിനേഷൻ പോലെ ഔസേപ്പച്ചനും കമലുമായിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പാട്ടുകൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് നല്ല എന്തോ ഒരു സ്വരം കേട്ടു, പട്ടികൾ കുരയ്ക്കുന്ന പോലെ എന്തോ ഒരു സ്വരം കേട്ടു. ഞാൻ ജനലിൽ നോക്കുമ്പോൾ ഒരു സ്ത്രീ രൂപവും പുരുഷരൂപവും അവിടെ നിൽക്കുന്നു. താഴേക്ക് തുറന്നു കിടക്കുന്ന ഒരു കുഴി, അവിടെ രണ്ടുപേരും നിൽക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. ഈ രാധ ചാടാൻ നോക്കി രാമൻ കയറി പിടിച്ച് രണ്ടുപേരും കൂടെ താഴെ വീണു മരിച്ചു. ഇതാണ് അവിടുത്തെ കഥ.